നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വികർൺ അതിനെല്ലാം പ്രകടമായി തന്നെ അരുത് എന്ന് ജ്യേഷ്ഠനോട് പറയും. പറഞ്ഞു കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠൻ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് ചെയ്യുകയും ചെയ്യും. പക്ഷെ വിരോധം പ്രകടമാക്കിയിരിക്കും. ഇവിടെ ഈ അവസരത്തില് വിതുരന്റെ വാക്കുകളെ ആരും വകവയ്ക്കുന്നില്ല. വിതുരൻ നിലവിളിക്കുന്നു, ആരും വകവയ്ക്കുന്നില്ല. അപ്പോൾ വികർണൻ എണീറ്റ് നിന്നു. വികർണൻ എണീറ്റ് നിന്നിട്ട് കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞ് വളരെ വിശദമായി പറഞ്ഞിട്ട് വികർണൻ പറഞ്ഞു, ഈ പാഞ്ചാലി ദാസിയല്ല, ഈ പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല. ദ്രൗപദി ഇന്നും ഇന്ദ്രപ്രസ്ഥത്തിലെ ചക്രവർത്തിനി തന്നെയാണ് എന്ന് ആ സഭാഗൃഹത്തിൽ വച്ച് ഉറക്കെ പറഞ്ഞു വികർണൻ. ഈ പാഞ്ചാലിയെ പണയപ്പെടുത്തി കോലാഹലം കാണിക്കുന്നതിനെ എതിർത്തവർ, പരസ്യമായി എതിർത്തവർ രണ്ടുപേർ മാത്രം, വിതുരനും വികർണനും. വികർണൻ പറഞ്ഞു, ഇയം ച കീർത്തിത കൃഷ്ണ സൗബലേന പണാർദ്ധിന ഏതത് സർവം വിചാര്യേഹം മന്യേന വിജിതാമിമാം. കാരണങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഒന്നും കൂടി പറഞ്ഞു, ഈ കൃഷ്ണയെ ഏത് സാഹചര്യത്തിലാണ് യുധിഷ്ഠിരൻ പണയപ്പെടുത്തിയത് എന്നോർക്കണം. ആദ്യം യുധിഷ്ഠിരൻ സ്വയം പണയപ്പെട്ടു, അതിനുശേഷമാണ്. സ്വയം പണയപ്പെട്ട യുധിഷ്ഠിരന് പിന്നെ പാണ്ഡുവിന്റെ മരുമകളെ പണയം വയ്ക്കാൻ അധികാരമില്ല. ചക്രവർത്തിനിയാണ് ഈ നിൽക്കുന്ന ദ്രൗപദി. ആ ദ്രൗപദിയെ പണയം വെക്കാൻ അധികാരമില്ല. പോരാത്തതിന് പിന്നെ രണ്ടാമതൊരു കാരണം പറഞ്ഞതാണിത്. സൗബലൻ, ശകുനി, ഇനി യുധിഷ്ഠിര നിനക്ക് ഇനിയും ഉണ്ടല്ലോ ഒരു സമ്പത്ത് ദ്രൗപദി, ആ ദ്രൗപദിയെ പണയം വെക്കാതെ നീ സ്വയം പണയം വെച്ച ധർമ്മമായി പോയി, ദ്രൗപദിയെ പണയം വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് യുധിഷ്ഠിരൻ ദ്രൗപദിയെ പണയം വെക്കുന്നു എന്ന് പറയുന്നത്. അതിനാൽ ഒരു കാരണവശാലും ദ്രൗപദി പണയപ്പെട്ടിട്ടില്ല. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ ദ്രൗപദി ഒരിക്കലും ഈ ചൂതുകളിയാൽ തോൽപ്പിക്കപ്പെട്ടവളായിട്ടില്ല. ദ്രൗപദി പഴയതുപോലെ തന്നെ മഹാറാണി തന്നെയാണ് എന്ന് അവിടെ ഉയർന്നു കേട്ടു ദുര്യോധനന്റെ അനുജനായ വികർണന്റെ ശബ്ദം. ഇത് കേട്ടപ്പോഴേക്കും ആ സഭാഗൃഹത്തിൽ ഉണ്ടായിരുന്ന വളരെയേറെ ആളുകൾ സന്തോഷിച്ചു. അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണിത്. പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ഇപ്പോഴിതാ സ്വന്തം മനസ്സിലിരിക്കുന്നതായ വികാര വിചാരങ്ങളെ ദുര്യോധനന്റെ അനുജൻ കാര്യകാരണസഹിതം പ്രകടമാക്കിയിരിക്കുന്നു. അവർ സന്തോഷിച്ചു. അവരെല്ലാ പേരും അനുകൂലിച്ച് വളരെ ഉറക്കത്തില് സ്വാഭിപ്രായം വ്യക്തമാക്കി. ആ സഭാഗൃഹം മുഴുവൻ ശബ്ദായമാനമായി. കുറെ നേരം നീണ്ടുനിന്നു. വികർണന് അവിടെ ഇരിക്കുന്ന ആളുകൾ ചൊരിഞ്ഞ അനുമോദനം, വികർണന്റെ പ്രസ്താവനയ്ക്ക് ആ ആളുകൾ നൽകിയ പിന്തുണ. അപ്പൊ അതോടുകൂടിയിട്ട് ദ്രൗപദി സ്വതന്ത്രയായി പ്രഖ്യാപിക്കപ്പെടേണ്ടവളാണ്. പക്ഷേ അത് തടയുന്നു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കർണൻ. കർണൻ ഇടപെട്ടു. തന്റെ ക്രോധം, ദ്രൗപദിയോടുള്ള ക്രോധം
അത് തീർക്കാനുള്ള ഏറ്റവും നല്ല സുവർണാവസരം. ദ്രൗപദിയെ ആയുധം കൊണ്ട് കൊല്ലുന്നതിനേക്കാൾ വലുതായിട്ടുള്ള പകപോക്കൽ, ഇതിനേക്കാളും നിസ്സാരമാണ് ജീവനെ നഷ്ടപ്പെടുത്തിക്കുന്നത്. പക്ഷെ ദ്രൗപദി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീവധം നിഷിദ്ധമാണ്, തനിക്ക് ചെയ്യാൻ പാടില്ല. പാണ്ഡവപത്നിയാണ്, അതുകൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാരണങ്ങളാൽ താൻ തടയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ അതിനേക്കാളും വലിയ പ്രതികാരത്തിനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അപ്പോഴാണ് ദുര്യോധന്റെ അനുജൻ വികർണൻ അവൻ ചാടി വീണ് ദ്രൗപദി പണയപ്പെട്ടിട്ടില്ല എന്ന് കാര്യകാരണ സഹിതം പ്രഖ്യാപിക്കുകയും ആളുകൾ അനുമോദിക്കുകയും ചെയ്തത്. ആ ശബ്ദകോലാഹലം കുറേനേരം നീട്ടുനിന്നു. എന്നിട്ട് ശബ്ദകോലാഹലം അടങ്ങി. തസ്മിൻ ഉപരതേ ശബ്ദേ, ആ ശബ്ദം അല്പമൊന്ന് ഒതുങ്ങിയപ്പോ രാധേയ ക്രോധമൂർച്ഛിത, രാധേയൻ, രാധയുടെ പുത്രനായിരിക്കുന്ന കർണൻ, അദ്ദേഹം അപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു വെച്ച് കഴിഞ്ഞാല് വർദ്ധിച്ച പരകാഷ്ഠയിലെത്തിയ ക്രോധത്തോടു കൂടിയവനായിരുന്നു. അതാണ് ക്രോധം. അത് ഈ ആസുരീ സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങളിൽ അപകടകാരിയായ ഒന്നാണ്. വർദ്ധിച്ച ക്രോധമാണ്, അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ക്രോധത്തെ തടുക്കാൻ പറ്റില്ല. അയാൾ ഉടനെ തന്നെ തന്റെ കൈ ഉയർത്തിക്കൊണ്ട് എല്ലാവരും കേൾക്കെ വികർണനോട് ഇങ്ങനെ പറഞ്ഞു: ദൃശ്യന്തേ വൈ വികർണേഹ വൈകൃതാനി ബഹുന്യപി തജ്ജാതസ്തദ്വിനാശായ യഥാഗ്നിരരണി പ്രജഃ. അല്ലയോ വികർണ, നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും എന്റെ മുന്നില് ഇതാ വീണ്ടും പണ്ടേ തന്നെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഞാൻ തന്നെ അനേക ഉദാഹരണങ്ങളിലൂടെ കണ്ടിട്ടുള്ളതുമായ സത്യം തെളിഞ്ഞു വരുന്നു. ഒരു കുടുംബത്തിൽ പിറന്നയാള് പലപ്പോഴും ആ കുടുംബത്തിന്റെ വിനാശത്തിന് കാരണമായി തീരാറുണ്ട്. കുടുംബത്തിൽ പിറന്ന ആളുകൾ ആ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക്, നന്മയ്ക്ക്, ശ്രേയസ്സിന് കാരണമായി തീരേണ്ടവരാണ്. അങ്ങനെ വേണം സംഭവിക്കാൻ. പക്ഷേ പലപ്പോഴും ഈ ലോകത്തില് വിപരീതമായി സംഭവിക്കാറുണ്ട്. ഏതൊന്നിൽ നിന്നാണോ താൻ ഉണ്ടായത് അതിനെ തന്നെ നശിപ്പിക്കുന്നവരായി തീരാറുണ്ട്. ഏതുപോലെ ചില അഗ്നിയെ ജ്വലിപ്പിക്കാൻ അരണിക്കമ്പുകൾ ഉപയോഗിക്കും. ആ അരണി കടയുമ്പോഴാണ് അതിൽ നിന്നിട്ട് അഗ്നി പ്രകടമാകുന്നത്. അങ്ങനെ അരണിയിൽ നിന്ന് പ്രകടമാകുന്ന അഗ്നി ഏതിനെയാ നശിപ്പിക്കുക? ആ അരണിക്കമ്പിനെ തന്നെ കത്തിച്ച് ചാമ്പലാക്കി കളയും. അങ്ങനെ താനുണ്ടായ അരണിക്കമ്പിനെ ചാമ്പലാക്കുന്ന അഗ്നിയെപ്പോലെ നീയും ഇതാ കുരുവംശത്തിന് അപായകാരിയായി തീർന്നിരിക്കുന്നു. നീ കുരുവംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവനാണ്. ദുര്യോധനാദികളെല്ലാം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഇതാ വംശത്തിന് വിനാശമുണ്ടാക്കുന്നവനായി തീർന്നിരിക്കുന്നു. കുലത്തെ നശിപ്പിക്കുന്നവനായി, കുലത്തിന് അപമാനമായി, അപകടകാരിയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ തന്റെ ക്രോധം ദ്രൗപദിയോട് തീർക്കാനും പാണ്ഡവാദികളോട് തീർക്കാനും എന്തിന് ഭീഷ്മനോട് തീർക്കാനും പാണ്ഡവാദികളോടും ദ്രൗപദിയോടും താൻ ചെയ്യുന്നതായി ഈ അപകാരം ഭീഷ്മന്റെ മനസ്സില് ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണമായി തീരും എന്ന് കർണൻ അറിയാം. അങ്ങനെ ഭീഷ്മനോട് തനിക്കുള്ളതായ ക്രോധം തീർക്കാനും ദ്രോണനോട് തനിക്കുള്ള ക്രോധം തീർക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് കർണൻ വിനിയോഗിക്കുകയാണ്. അതിന്റെ ഉപക്രമമായിരുന്നു ഇത്. നീ നിന്റെ വംശത്തിന് തന്നെ ആപത്തായി തീർന്നിരിക്കുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദ്രൗപദി ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്ന ഈ മഹാപണ്ഡിതന്മാരോടും ഗുരുജനങ്ങളോടും ഒക്കെ മാറി മാറി ചോദിച്ചല്ലോ, ഞാൻ അടിമയാക്കപ്പെട്ടോ എന്ന്, പണയപ്പെട്ടോ എന്ന്
പാണ്ഡുവിന്റെ മരുമകൾ പണയപ്പെട്ടോ എന്ന് ചോദിച്ചല്ലോ. എന്നെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയാണോ പണയമാക്കി തീർത്തത് എന്ന് ചോദിച്ചല്ലോ. ആരെങ്കിലും നീ പണയപ്പെട്ടിട്ടില്ല എന്ന് മറുപടി പറഞ്ഞോ? ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ ആരും മറുപടി പറഞ്ഞില്ല. അങ്ങനെ നീ പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. അതിനിടയ്ക്കാണ് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്നുള്ള വാദവുമായിട്ട് വികർണ നീ പുറപ്പെടുന്നത്. ഏതേന കിഞ്ചിദപ്യാഹു ചോദിതാഹ്യഭി കൃഷ്ണയ. കൃഷ്ണ വീണ്ടും വീണ്ടും ചോദിച്ചു, പാഞ്ചാലി വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നിട്ട് ഇവരാരും തന്നെ നീ പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. ധർമ്മേണ വിജിതാമേതാം മന്യന്തേ ധ്രുപദാത്മജാം. അതിൽ നിന്നെന്താ വ്യക്തമാകുന്നത്? ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും, ഗുരുജനങ്ങളും പണ്ഡിതന്മാരും എല്ലാ ആളുകളും, മഹാജ്ഞാനികൾ എല്ലാവരും പൂർണമായും ഉറപ്പിച്ചിരിക്കുന്നു, ധർമ്മത്തിന്റെ മാർഗത്തിലൂടെയാണ് പാഞ്ചാലിയെ ഇതാ കൗരവന്മാര് ദാസിയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണോ നീ എതിർവാദവുമായിട്ട് ചാടി പുറപ്പെടുന്നത്?